മലക്കുകൾ വിളിച്ചു പറയപ്പെടുമെന്നാണ്. അഫരിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു ലിബാസം ഫിൽ ജന്ന മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം. അവൻ വീട്ടിൽ സർവ്വവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വിരിപ്പ് മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് കിടന്നവനാണ്. പള്ളിയിൽ വന്ന് പടച്ചവന് വേണ്ടി എനിക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരുന്നവനാണ്, പള്ളിയിൽ കിടന്നവനാണ്. അതുകൊണ്ട് അവനെ സാദാ മണ്ണിൽ കിടത്തരുത്. അഫരിശൂഹു മിൻ ലിബാസിൽ ജന്ന മിൻ ഫിറാശിൽ ജന്ന. സ്വർഗത്തിന്റെ വിരിപ്പിൽ പട്ടിൽ അവനെ കിടത്തണം. വഅൽബിസൂഹു മിൻ ലിബാസിൽ ജന്ന. സ്വർഗത്തിന്റെ വസ്ത്രം അവന് അണിയിക്കപ്പെടണം. വഫ്തഹൂ ലഹു ബാബം മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം. അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തട്ടെ. സ്വർഗത്തിന്റെ വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം. എന്തൊരു സുഖകരമായിരിക്കും. അള്ളാന്റെ ഹബീബ് പറയുന്നു, സ്വർഗത്തിന്റെ പരിമളം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, ഖബറിലേക്ക് വീശിക്കൊണ്ടിരിക്കും. പിന്നെ ഖബർ അമർത്തുന്നത് എങ്ങനെയാണ്? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരുപാട് നാളുകളായി, ദീർഘനാളുകളായി തന്റെ പ്രിയപ്പെട്ട മോൻ നാടുവിട്ടു പോകുന്നു, നാടുവിട്ട് അകന്നു പോയിരിക്കുകയാണ്. വർഷങ്ങൾക്കൊടുവിൽ തന്റെ ഉമ്മയെ തേടി, ഉമ്മയെ അന്വേഷിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു കയറുന്ന പൊന്നുമോനെ കാണുമ്പോ സർവ്വതും മറന്ന് ഉമ്മ കെട്ടിപ്പുണരുന്നത് പോലെ ഈ ഖബറിലേക്ക് ഈ മുഅ്മിനായ മനുഷ്യൻ ചെന്നു ചേരുമ്പോ ഖബർ അവനെ കെട്ടിപ്പുണരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് മുഅ്മിനിനെ അമർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എല്ലാവരെയും ഖബർ അമർത്തും. മുഅ്മിനിനെ അമർത്തുന്നത് വാത്സല്യനിധിയായ ഉമ്മ തന്റെ പൊന്നുമോനെ മാറോട് അണച്ചു പിടിക്കുന്നത് പോലെയാകുന്നു. എന്നാൽ സത്യനിഷേധികളെ അമർത്തുന്നതിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഒരു മുട്ട കൈവെള്ളയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കൈവെള്ളയ്ക്ക് മുകളിൽ ഒരു കരിങ്കല്ല് വെച്ചിട്ട് അതിന് മുകളിൽ മുട്ട നാട്ടി നിർത്തുകയും മറ്റേ കയ്യിൽ, വലത് കയ്യിൽ ഒരു കരിങ്കല്ല് വെച്ചു, രണ്ട് കരിങ്കല്ലുകൾക്കിടയിൽ മുട്ട അമർത്തിയാൽ അത് അമർന്നു പോകും പോലെ ഖബർ ഒരു സത്യനിഷേധിയെ അമർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ.